ഫിഫ്ത്ത് ചാപ്റ്റർ, ദാറ്റ് ഇസ് ഫ്രം ജനപദാസ് ടു എംപയർ. അപ്പോൾ കഴിഞ്ഞ പാഠത്തിൽ വേദിക് ജനത ഗംഗാ ബേസിനിൽ അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്തതും പെർമനൻറ്റ് വില്ലേജസ് ആയിട്ട് സെറ്റിൽ ഡൗൺ ആയതും ഒക്കെയാണ് നമ്മൾ കണ്ടത്. ആൻഡ് ഹിയർ വി വിൽ സീ ഹൗ ദിസ് ഇൻക്രീസ്ഡ് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റി ആൻഡ് സെറ്റിൽഡ് ലൈഫ് ലെഡ് ടു ദ റൈസ് ഓഫ് 16 മഹാജനപദാസ് ഇൻ നോർത്ത് ഇന്ത്യ, ദാറ്റ് ഇസ് ഇൻ 6th century BC. അപ്പം ലേറ്റർ വേദിക് ഏജിലേക്ക് എത്തിയപ്പോഴേക്കും അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് വലിയ തോതിൽ വർദ്ധിച്ചു വന്നു. ആ വർധനവ് ഏത് രീതിയിലൊക്കെയാണ് 16 മഹാജനപദാസിൻ്റെ റൈസിന് കാരണമായതെന്ന് നമുക്ക് ഈ പാഠത്തിൽ വിശദമായി നോക്കാം. ഈ മഹാജനപദാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാർജ് ടെറിട്ടോറിയൽ സ്റ്റേറ്റ്സിനെയാണ് നമ്മൾ മഹാജനപദാസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മഗധ എന്ന ടെറിട്ടോറിയൽ സ്റ്റേറ്റ് മറ്റുള്ളവയെയൊക്കെ ഡെഫീറ്റ് ചെയ്തുകൊണ്ട് മൗര്യന്മാരുടെ കീഴിൽ മഗധ എംപയറായി വളർന്നതും എക്സാമിൻ ചെയ്യാം ഈ പാഠത്തിലൂടെ. മൗര്യൻ കാലഘട്ടം എന്നത് വളരെ വലിയ സാമ്പത്തിക സാംസ്കാരിക ഉന്നമനത്തിൻ്റെ പുരോഗതിയുടെയും ഒക്കെ ഒരു കാലമായിരുന്നു. എങ്കിലും അശോക ചക്രവർത്തിക്ക് ശേഷം 50-ൽ കൂടുതൽ വർഷമൊന്നും ഈ സാമ്രാജ്യത്തിന് നിലനിൽപ്പുണ്ടായിരുന്നില്ല. This period, that is the 16th century BC, is also known for the rise of many new religions like Buddhism and Jainism. ഈ കാലഘട്ടം ഒരുപാട് പുതിയ റിലീജിയൻസിൻ്റെ ഒരു റൈസ് കൂടി കണ്ട ഒരു കാലഘട്ടമായിരുന്നു. നമുക്ക് ഈ എമർജൻസ് ഓഫ് ന്യൂ റിലീജിയൻസിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ സെൻറ്റേഴ്സ് ഓഫ് എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് ഹരിയാനയിൽ നിന്നും വെസ്റ്റേൺ UPയിൽ നിന്നുമൊക്കെ ബീഹാറിലേക്കും ഈസ്റ്റേൺ UPയിലേക്കുമായിട്ട് ഷിഫ്റ്റ് ചെയ്ത് തുടങ്ങിയത് ഈ കാലഘട്ടത്തിലാണ്. ബെറ്റർ ഫെർട്ടിലിറ്റി ഓഫ് ലാൻഡ്, കൂടുതൽ മഴ, ഇതൊക്കെയായിരുന്നു ഈ ഷിഫ്റ്റിനുള്ള കാരണങ്ങൾ. ബീഹാറിലെ അയൺ ഓറുകൾ കൂടുതൽ സൗകര്യപൂർവ്വം എക്സ്പ്ലോയിറ്റ് ചെയ്തു തുടങ്ങി ഈ ഒരു ഷിഫ്റ്റ് കാരണം. അയൺ ടൂൾസിൻ്റെയും പ്ലോഷെയേഴ്സിൻ്റെയും ഒക്കെ ഉപയോഗം കൂടിക്കൂടി വരികയും ചെയ്തു. അപ്പോൾ അത് ഫോറസ്റ്റ് ഏരിയകൾ ക്ലിയർ ചെയ്യപ്പെടാനും അവിടെ കൾട്ടിവേഷൻ തുടങ്ങാനുമൊക്കെ ഈ ഒരു ഓർ എക്സ്പ്ലോയിറ്റേഷൻ സഹായകമായി. A plowshare dated to around 500 BC has been found from Jakhera in Etah district in western UP. ഇതിനുള്ള ഒരു എവിഡൻസ് ആണ് ഈ ഒരു എക്സാമ്പിൾ. അപ്പോൾ ഈ രാജ്ഘട്ട്, കൗശുംബി, വൈശാലി, സോൻപൂർ എന്നിവിടങ്ങളിൽ നിന്നായും ഇത്തരത്തിൽ ഈ കാലഘട്ടത്തിൽ ഇരുമ്പിൻ്റെ ഉപയോഗത്തെ സപ്പോർട്ട് ചെയ്യത്തക്ക എവിഡൻസുകൾ നമ്മുടെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നെല്ല്, കരിമ്പ്, മസ്റ്റാർഡ് എന്നീ വിളകളൊക്കെ അല്ലെങ്കിൽ ഈ വിളകളുടെയൊക്കെ ഒരു കൃഷി രീതിയെ പറ്റി പല ബുദ്ധിസ്റ്റ് ടെക്സ്റ്റുകളിലും പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ബുദ്ധിസം റൈസ് ആയിട്ടുള്ള ഈ 6th century BCയിൽ ഇത്തരത്തിലുള്ള വിളകളൊക്കെ, കാർഷിക വിളകളൊക്കെ കൃഷി ചെയ്യപ്പെട്ട് വന്നിരുന്നു എന്നാണ്. കാർഷിക മേഖലയിലെ ഈ വളർച്ച ഫുഡ് സപ്ലൈ ബെറ്റർ ആക്കുന്നതിനും ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ, ട്രേഡ്, അർബൻ സെൻറ്റേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റ് എന്നിവയിലുമൊക്കെ കാര്യമായ പുരോഗതി ഉണ്ടാക്കി എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ എങ്ങനെയാണ് അർബനൈസേഷൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത് എന്നാണ് നമ്മളിതിൽ കാണുന്നത്. അതായത് ലേറ്റർ വേദിക് ഏജിലേക്ക് എത്തിയപ്പോഴേക്കും കൃഷി ഒരു പ്രധാനപ്പെട്ട വരുമാന മാർഗമായി മാറിക്കഴിഞ്ഞിരുന്നു. അവിടെ നിന്ന് കൃഷിയുടെ വളർച്ച കൂടി അയൺ ഡെവലപ്പ് ചെയ്ത് അയൺ കണ്ടുപിടിച്ചു. അയണിൻ്റെ ഉപയോഗം എന്തൊക്കെയാണെന്ന് ആളുകൾ മനസ്സിലാക്കി തുടങ്ങിയപ്പം ഫോറസ്റ്റ് കവറുകളൊക്കെ ക്ലിയർ ചെയ്ത് തുടങ്ങി അവർ അയൺ വെച്ചിട്ട് അവിടെ കൃഷി തുടങ്ങി. കൃഷി വ്യാപകമായതോടെ എന്ത് സംഭവിച്ചു? ഫുഡ് സപ്ലൈ ബെറ്റർ ആയി തുടങ്ങി. ഫുഡ് സപ്ലൈ ബെറ്ററായി തുടങ്ങിയപ്പോൾ ക്രാഫ്റ്റ് പ്രൊഡക്ഷനും ട്രേഡും അർബൻ സെൻറ്റേഴ്സ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് അർബനൈസേഷനിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത്. 6th century BC is known as an era of second urbanization. ആദ്യത്തെ അർബനൈസേഷൻ ഏതാണെന്ന് നമുക്കറിയാം, ഹാരപ്പനാണ്. ഇൻഡസ് വാലി സിവിലൈസേഷനാണ്, നമ്മൾ പഠിച്ച പാഠമാണ്, ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഹാരപ്പൻ ടൗണുകൾക്ക് ശേഷം വേദിക് പീരീഡ് എന്ന ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് അർബൻ സെൻറ്റേഴ്സ് എമേർജ് ചെയ്ത് തുടങ്ങുന്നത് 6ാം നൂറ്റാണ്ടിലാണ്. അന്നത്തെ പോലെ ഇൻഡസ് പ്ലെയിനിലായിരുന്നില്ല, മറിച്ച് മിഡിൽ ഗംഗ ബേസിനിലായിരുന്നു ഇത്തരം ടൗണുകൾ ഡെവലപ്പായി തുടങ്ങിയത്. 600 BCക്കും 300 BCക്കും ഇടയിലായിട്ട് 60-ലധികം ടൗണുകളും സിറ്റികളും ഇവിടെ ഉയർന്നു വന്നതായിട്ട് കരുതപ്പെടുന്നു. പാടലിപുത്ര,
രാജഗൃഹ, ശ്രവസ്തി, വാരണാസി, വൈശാലി, ചമ്പ, കൗശുംബി, ഉജ്ജയിൻ തുടങ്ങിയവ ഇതിൽ ചിലതാണ്. ഇത്തരം സിറ്റീസ് ക്രാഫ്റ്റ് പ്രൊഡക്ഷൻസിൻ്റെയും ട്രേഡിൻ്റെയും ഒക്കെ വലിയ സെൻറ്ററുകളായി മാറുകയും മർക്കൻഡൈൽസും ആർട്ടിസൻസും ഒക്കെ ഇൻഹാബിറ്റ് ചെയ്യുകയും ചെയ്തു ഇവിടങ്ങളിൽ. വാരണാസി ഒരു പ്രധാന ടൗണായിരുന്നു. മഗധയിൽ നിന്നും കോസലയിൽ നിന്നുമൊക്കെ വ്യാപാരികൾ മധുരയിലൂടെ ടാക്സിയിലേക്ക് തക്ഷശില അവിടേക്ക് ട്രാവൽ ചെയ്തിട്ടുള്ളത് ഈ വഴിയായിട്ടാണ് ജാതക സ്റ്റോറീസിലൊക്കെ പറയുന്നത്. അപ്പം മഗധ ഒരു പ്രധാനപ്പെട്ട സെൻറ്ററായിട്ട് ആണ് അറിയപ്പെടുന്നത്. മധുര വാസ് ദ കണക്റ്റിംഗ് പോയിന്റ് ടു ട്രാവൽ ടു ഉജ്ജയിൻ ആൻഡ് കോസ്റ്റൽ ഏരിയാസ് ഓഫ് ഗുജറാത്ത് ഓൾസോ. പ്രധാനപ്പെട്ട മറ്റൊരു കണക്റ്റിംഗ് ആയിട്ടുള്ള സിറ്റിയാണ് മധുര. ഇനി മറ്റൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ പഞ്ച് മാർക്ക്ഡ് കോയിൻസ് എന്ന കോയിൻസ് ഉപയോഗത്തിൽ ഉണ്ടായിരുന്നു. മത്സ്യം, മലകൾ, മരം തുടങ്ങിയ ചിഹ്നങ്ങൾ പഞ്ച് ചെയ്തിട്ടുള്ളവയായിരുന്നു ഇത്തരത്തിലുള്ള കോയിനുകൾ. അതുകൊണ്ടാണ് അതിനെ പഞ്ച് മാർക്ക്ഡ് കോയിൻസ് എന്ന് വിളിച്ചത്. 550ഓളം ടൈപ്സ് ഓഫ് കോയിനുകൾ ഇത്തരത്തിൽ ന്യൂമിസ്മാറ്റിക്സ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. പ്രധാനമായും സിൽവറിലും പിന്നെ കോപ്പറിലും ഒക്കെ ആയിട്ടാണ് ഇത്തരത്തിലുള്ള കോയിനുകൾ നിർമ്മിച്ചിട്ട് ഉണ്ടായിരുന്നത്. ഇനി ഈ ഡെവലപ്മെൻറ്റ്സുകളൊക്കെയും സൊസൈറ്റിയെ ബാധിച്ചത് എങ്ങനെയാണെന്ന് നോക്കാം. ഇന്നിക്വാലിറ്റീസും സോഷ്യൽ കോൺഫ്ലിക്റ്റുകളും ഉടലെടുത്തു തുടങ്ങിയെന്ന് വേണം പറയാൻ. വയലൻസ്, ഹെയ്റ്റ്രഡ്, തെഫ്റ്റ് ഇവയൊക്കെ സമൂഹത്തിൽ കണ്ടു തുടങ്ങി. അപ്പോൾ സമാധാനം എന്ന ആശയവുമായിട്ട് ജനിച്ച ജൈനിസവും ബുദ്ധിസവും പോലെയുള്ള പുതിയ മതങ്ങളെ ആളുകൾ സ്വീകരിച്ചു തുടങ്ങി. മറ്റീരിയൽ പ്രോസ്പെരിറ്റി, റിച്വൽ കണ്ടക്ട്സ് ഇതിലൊക്കെ ഈ ഒരു രീതിയായിരുന്നു നമ്മുടെ വേദിക് ഏജിലൊക്കെ ഉണ്ടായിരുന്നത്. അപ്പം ഈ രീതിയിൽ നിന്ന് മാറിക്കൊണ്ട് ചാരിറ്റി, നോൺ വയലൻസ്, ഗുഡ് സോഷ്യൽ കണ്ടക്ട് ഇതൊക്കെയായിരുന്നു ഈ രണ്ട് മതങ്ങളുടെ ഇവരും പ്രധാനമായിട്ട് എംഫസൈസ് ചെയ്ത് പോകുന്നത്. അപ്പം മറ്റേ വേദിക് ഏജിലൊക്കെ ഉണ്ടായിരുന്നത് എന്താണ്? മെറ്റീരിയൽ പ്രോസ്പെരിറ്റിക്ക് വേണ്ടിയിട്ട് അവർ ഗോമാതാവിനെ പൂജിച്ചു, ഇന്ദ്രദേവനെ പൂജിച്ചു, ഇതൊക്കെ നമ്മൾ കണ്ടു. റിച്വൽ കണ്ടക്റ്റുകളായിരുന്നു അവിടെ. ബ്രാഹ്മണിക്കൽ ഹെജിമണി വല്ലാതെ നിലനിന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് സമാധാനം, ദാനം, അങ്ങനെയുള്ള ഒരു ചാരിറ്റി, ഈ ഒരു ടൈപ്പ് ഓഫ് രീതികളായിരുന്നു ജൈനിസവും ബുദ്ധിസവും ഫോളോ ചെയ്ത് വന്നിരുന്നത്. അപ്പോൾ ആളുകളിൽ നോൺ വയലൻസും ഇന്നിക്വാലിറ്റിയും ഒക്കെ വയലൻസും ഇന്നിക്വാലിറ്റിയും ഒക്കെ മാറ്റി നിർത്തിയിട്ട് സമാധാനപരമായ ജീവിത രീതികളിലേക്ക് വരിക എന്ന ഒരു താല്പര്യം കൂടി ഈ മതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ജനറൽ എക്കണോമിക് പ്രോഗ്രസ് വൈശ്യാസിനെയും മറ്റ് മെർക്കൻഡൈൽ ഗ്രൂപ്പിനെയും ബെറ്റർ സോഷ്യൽ പൊസിഷൻസ് എന്ന ഒരു കൺസെപ്റ്റിലേക്ക് എത്തിച്ചു. ഈ വൈശ്യാസിനെയൊക്കെ ഈ ബ്രാഹ്മൺസിനെയും ക്ഷത്രിയാസിനെയും ഒക്കെ അവരുടെ സപ്പോർട്ടോടു കൂടി ജീവിച്ചിരുന്നൊരു ക്ലാസ്സാണ് വൈശ്യാസ്. അപ്പോൾ അവിടെ നിന്നുകൊണ്ടൊരു കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ലിവിങ് സ്റ്റാൻഡേർഡ്സിലേക്ക് വൈശ്യാസ് മൂവ് ചെയ്തു തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ നോൺ വേദിക് റിലീജിയൻസ് ആയിട്ടുള്ള ബുദ്ധിസത്തിലേക്കും ജൈനിസത്തിലേക്കുമൊക്കെ തിരിഞ്ഞു. ഈ രണ്ട് മതങ്ങൾ മാത്രമായിരുന്നില്ല, 62ലധികം സെക്റ്റുകളും ഫിലോസഫീസും ബ്രാഹ്മണിക്കൽ ഡോമിനൻസിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് ആ കാലഘട്ടത്തിൽ ഫ്ലറിഷ് ചെയ്തിട്ടുണ്ടെന്നാണ് ബുദ്ധിസ്റ്റ് സോഴ്സുകൾ പറയുന്നത്. മഖാലി ഘോഷാൽ ഫൗണ്ടറായിട്ടുള്ള അജീവികാസ് എന്ന സെക്റ്റ് അത്തരത്തിലൊന്നാണ്. ആരാണ് അജീവികാസിൻ്റെ ഫൗണ്ടർ? മഖാലി ഘോഷാൽ. They were very popular in Magadha in 3rd century BC and Mauryan king donated several caves in honor of Ajiviga monks. അജീവികാസ് ആണ് ബുദ്ധിസവും ജൈനിസവും കൂടാതെയുള്ള പ്രധാനപ്പെട്ട മറ്റൊരു സെക്റ്റ്. Now we will look into doctrines of Jainism and Buddhism. നമുക്ക് ജൈനിസത്തിൻ്റെയും ബുദ്ധിസത്തെയും കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അത് നമുക്ക് ജൈനിസം എന്താണെന്ന് പറയുന്നത് നോക്കാം. Vardhamana Mahavira is the founder of Jainism. He was born in 599 BC near Vaishali in Bihar. ബീഹാറിലെ വൈശാലി എന്ന സ്ഥലത്ത് 599 BC-യിലാണ് മഹാവീരൻ ജനിക്കുന്നത്. ജൈനിസത്തിലെ 24ാമത്തേതും അവസാനത്തേതുമായ തീർത്ഥങ്കരനായിരുന്നു മഹാവീരൻ. പ്യൂരിഫിക്കേഷൻ ഓഫ് സോൾ ആൻഡ് അറ്റൈൻമെൻറ്റ് ഓഫ് നിർവാണ, അതായത് ഫ്രീഡം ഫ്രം ബർത്ത് ആൻഡ് ഡെത്ത്.
ഇത് അച്ചീവ് ചെയ്യാനുള്ള മാർഗങ്ങളായി അവർ പറയുന്നത് ത്രിരത്നാസും പഞ്ചമഹാവ്രതാസുമാണ്. അപ്പോൾ ത്രിരത്നാസ് എന്നാൽ എന്താണ്? 3 jewels. അപ്പോൾ ഏതൊക്കെയാണ് ആ 3 jewels എന്ന് നോക്കാം. റൈറ്റ് ഫെയ്ത്ത്, റൈറ്റ് നോളജ്, റൈറ്റ് കണ്ടക്ട്. ഈ 3 എണ്ണമാണ് ത്രിരത്നാസ് എന്ന് പറയുന്നത്, ജൈനിസത്തിലെ ത്രിരത്നാസ്. ഇനി റൈറ്റ് കണ്ടക്ട് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. അത് ഒബ്സർവൻസ് ഓഫ് 5 ഗ്രേറ്റ് വോവ്സ് ആണ്. 5 ഗ്രേറ്റ് വോവ്സ് ഒബ്സർവൻസിനെയാണ് നമ്മൾ റൈറ്റ് കണ്ടക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ആ 5 വോവ്സ് എന്ന് നോക്കാം. അഹിംസ, that means do not commit violence. സത്യവചന, that is do not speak a lie, കള്ളം പറയരുത്. മൂന്നാമത്തേത് ആസ്തേയ, do not steal, മോഷ്ടിക്കരുത്. നാലാമത്തേത് ബ്രഹ്മചര്യ, do not indulge in sexual activities. And the fifth one is aparigraha, do not acquire property. ഇതൊക്കെയും സന്യാസിമാർക്കുള്ള രീതികളാണ്. പിന്നെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ അത്യാവശ്യം കഠിനപരമായിട്ടുള്ള ഒരു പ്രാക്ടീസസ് ആണ്. അപ്പോൾ സാധാരണക്കാർക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ളതിൻ്റെ പേരിനെയാണ് അനുവ്രത എന്ന് പറയുന്നത്. അനുവ്രത എന്ന് പറഞ്ഞാൽ സ്മോൾ വൗസ് ആണ്. മറ്റേത് ഗ്രേറ്റ് വൗസ് ആണ്, ഇത് സ്മോൾ വൗസ് ആണ്. അതിനെ വിളിക്കുന്നത് അനുവ്രത എന്നാണ്. അപ്പം നമുക്കറിയാം ബ്രാഹ്മണിസം എന്നത് റിച്വൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമായിരുന്നു. ജൈനിസം ആകട്ടെ കണ്ടക്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ അത് കുറച്ചുകൂടി ഡൈജസ്റ്റബിൾ ആയിരുന്നു. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് അനേകാന്തവാദ ഓർ സ്യാധവാദ. അനേകാന്തവാദ ഓർ സ്യാധവാദ, അതായത് ട്രൂത്ത് ക്യാൻ ബി വ്യൂഡ് ഫ്രം വേരിയസ് ആംഗിൾസ് എന്നത്. ഇനി ഒന്നാണ് എംഫസൈസ് ഓൺ എക്സ്ട്രീം ഫോം ഓഫ് പെനൻസ് എന്ന് വെച്ചാൽ തപസ്. അപ്പം എക്സ്ട്രീം ആയിട്ടുള്ള പ്രാക്ടീസസ് ആയിരുന്നു ജൈനിസത്തിൽ ഉണ്ടായിരുന്നത്. അത് ജൈനിസത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഡ്രോബാക്ക് ആയിരുന്നു. അതായത് ഈ സന്യാസം എന്ന് പറയുന്നതൊക്കെ അതിൻ്റെ എക്സ്ട്രീം ഫോമിലാണ് അവർ അനുഷ്ഠിച്ചു വന്നത്. ഇപ്പോൾ ജൈനിസം കുഡ് നോട്ട് അട്രാക്ട് ദ മാസസ് ഇൻ ലാർജ് നമ്പർ. അപ്പോൾ കഠിനമായ തപസ് അനുഷ്ഠിക്കുക, കഠിനമായ സഫറിങ്സിലൂടെ കടന്നു പോവുക, ഇതൊക്കെയാണ് ജൈനിസത്തിൻ്റെ ഒരു ട്രെൻഡ്. അതുകൊണ്ട് തന്നെ ലാർജ് മാസസിനെ ജൈനിസത്തിന് അത്ര കണ്ട് അട്രാക്ട് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായ കാര്യങ്ങളാണ് ആയിരുന്നു ഒരു തരത്തിൽ ജൈനിസം ഫോളോ ചെയ്തിരുന്നത്. മഹാവീര ഉപയോഗിച്ചിരുന്നത് പ്രാകൃത് ലാംഗ്വേജ് ആണ്. ഇതിന് 2 സെക്റ്റുകളാണുള്ളത്. അതായത് ജൈനിസത്തിന് 2 സെക്റ്റുകളാണുള്ളത്, ദിഗംബരാസും ശ്വേതംബരാസും. ദിഗംബരാസ് എന്ന് പറയുന്നത് ദേ റിമെയിൻഡ് നേക്കഡ്, അവർ നഗ്നരായിട്ടുള്ള സന്യാസിമാരായിരുന്നു. ആൻഡ് ശ്വേതംബരാസ് എന്ന് പറയുന്നത് വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ടുള്ള ആളുകളായിരുന്നു. വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ടുള്ള ജൈൻ ഫോളോവേഴ്സിനെയാണ് നമ്മൾ ശ്വേതംബരാസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ജൈനിസത്തിനെ കുറിച്ചുള്ളത്. നമുക്കിനി അടുത്തതായിട്ട് ബുദ്ധിസം എന്താണ് പറയുന്നതെന്ന് നോക്കാം. ബുദ്ധിസം എന്ന് പറയുന്നത് ജൈനിസം പോലെ അത്ര എക്സ്ട്രീം ആയിട്ടുള്ള പ്രാക്ടീസസ് ഒന്നും നിർബന്ധിച്ചിരുന്ന ഒരു റിലീജൻ അല്ല. അപ്പോൾ നമുക്ക് ബുദ്ധിസത്തിലേക്ക് നോക്കാം. ഗൗതമ ബുദ്ധയാണ് ബുദ്ധിസത്തിൻ്റെ ഫൗണ്ടർ എന്നറിയപ്പെടുന്നത്. 566 BCയിൽ ലുംബിനി എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. ലുംബിനി നമ്മുടെ നേപ്പാളിലാണ്. ബോധ്ഗയയിൽ വെച്ച് അദ്ദേഹത്തിന് എൻലൈറ്റൻമെൻറ്റ് ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. ഹി ഡെലിവേർഡ് ഹിസ് ഫസ്റ്റ് സെർമൺ അറ്റ് സാർനാഥ്, വാരണാസി. വാരണാസിയിലെ സാർനാഥിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സെർമൺ ചെയ്തത്. അപ്പം അതാണ് ഗൗതമ ബുദ്ധനെ കുറിച്ചുള്ളത്. ഈ ഇവൻറ്റിനെ, അതായത് ഈ എൻലൈറ്റൻമെൻറ്റ് കിട്ടി അദ്ദേഹത്തിന്, അതിനുശേഷം അദ്ദേഹം ആദ്യത്തെ സെർമൺ കണ്ടക്ട് ചെയ്തു. അപ്പോൾ ആ സെർമൺ കണ്ടക്ട് ചെയ്ത ഈ ഇവൻറ്റിനെയാണ് ധർമ്മചക്ര പ്രവധന എന്ന് പറയുന്നത്. എന്താണ് ധർമ്മചക്ര പ്രവധന അഥവാ ടേണിംഗ് ഓഫ് ദ വീൽ ഓഫ് ലോ എന്ന് പറയുന്നത്. ടേണിംഗ് ഓഫ് ദ വീൽ ഓഫ് ലോ. 486 BCയിൽ 80-ാം വയസ്സിൽ കുശിനഗറിൽ വെച്ചാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അപ്പം അദ്ദേഹം ജനിച്ചത് ലുംബിനിയിലാണ്, മരിക്കുന്നത് കുശിനഗറിൽ വെച്ചാണ്. ബുദ്ധിസം റിഫ്ലക്റ്റ് ചെയ്യുന്നത് മിഡിൽ പാത്താണ്. അപ്പം ജൈനിസം എക്സ്ട്രീം പാത്താണ്, ബുദ്ധിസത്തിലേക്ക് വന്നപ്പോൾ അതൊരു മിഡിൽ പാത്തായി. അതായത് മധ്യമ മാർഗ എന്നാണ് അതിനെ പറയുന്നത്. ഇതിൻ്റെ ബേസിസ് എന്ന് പറയുന്നത് 4 നോബിൾ ട്രൂത്ത്സ് ആണ്, ഓർ ആര്യസത്യ. 4 നോബിൾ ട്രൂത്ത്സിനെ അവർ പറയുന്നത് ആര്യസത്യ എന്നാണ്. ആൻഡ് an eightfold path, that is അഷ്ടാംഗിക മാർഗ.
അഷ്ടാംഗിക മാർഗ ഓർ 8-fold path ആൻഡ് 4 noble truths ആണ് ബുദ്ധിസത്തിൻ്റെ ബേസിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ 4 noble truths ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് സഫറിംഗ് ആണ്, ദുഃഖ. എന്താണ് ആദ്യത്തേത്? സഫറിംഗ് ഓർ ദുഃഖ. രണ്ടാമത്തേത് ദുഃഖ സമുദ്യ. ദാറ്റ് ഈസ് എവ്രി സഫറിംഗ് ഹാസ് എ കോസ്. ഒരു കാരണമുണ്ട് എല്ലാ ദുഃഖത്തിനും എന്നാണ് ദുഃഖ സമുദയ. മൂന്നാമത്തത് ദുഃഖ നിരോധ. ദാറ്റ് ഈസ് സഫറിംഗ് കുഡ് ബി എക്സ്റ്റിങ്ക്യൂഷ്ഡ്. ആൻഡ് ദ ഫോർത്ത് വൺ ഇസ് ദുഃഖ നിരോധ ഗാമിനി പ്രതിപാദ. ദാറ്റ് ഈസ് ദർ ഇസ് എ പാത്ത് ലീഡിങ് ടു ദ എക്സ്റ്റിങ്ഷൻ ഓഫ് ദുഃഖ. അപ്പോൾ ഇത് 4 4 നോബിൾ ട്രൂത്ത്സ് എന്ന് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് 8-fold paths ഏതൊക്കെയാണെന്ന് നോക്കാം. 8-fold paths എന്ന് പറയുന്നത് റൈറ്റ് ഫെയ്ത്ത്, റൈറ്റ് റിസോൾവ്, റൈറ്റ് സ്പീച്ച്, റൈറ്റ് ആക്ഷൻ, റൈറ്റ് ലിവിങ്, റൈറ്റ് എഫേർട്ട്, റൈറ്റ് തോട്ട് ആൻഡ് റൈറ്റ് സെൽഫ് കോൺസെൻട്രേഷൻ. ഈ 8 അഷ്ടാംഗിക മാർഗ ഓർ 8-fold path എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. അപ്പം മഹാവീരൻ ഉപയോഗിച്ചിരുന്നത് പ്രാകൃത് ലാംഗ്വേജ് ആണ്, എന്നാൽ ബുദ്ധ ഉപയോഗിച്ചത് പാലി ലാംഗ്വേജ് ആണ്. ലോവർ വർണ്ണാസിനെയും വിമണിനെയും ഒക്കെ അദ്ദേഹം കൺസിഡർ ചെയ്തിരുന്നു എന്നതാണ് ബുദ്ധിസത്തിലേക്ക് ആളുകൾ വലിയ തോതിൽ അട്രാക്റ്റഡ് ആവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. അദ്ദേഹത്തിൻ്റെ സംഘ എന്ന ഒരു ഗ്രൂപ്പിലേക്ക് വിമണിനെ അദ്ദേഹം അലൗ ചെയ്തിരുന്നു. വിമണിനെയും അതെ ലോവർ കാസ്റ്റിൽ വരുന്ന ലോവർ വർണ്ണാസിൽ പെടുന്ന ആളുകളെയും അലൗ ചെയ്തിരുന്നു. അപ്പോൾ അത് ബുദ്ധിസത്തിൻ്റെ പോപ്പുലാരിറ്റി റീച്ചിനുള്ള പ്രധാനപ്പെട്ട മറ്റൊരു കാരണമാണ്. ഇനി ബുദ്ധിസം പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിനായിട്ട് 4 ബുദ്ധിസ്റ്റ് കൗൺസിലുകൾ ഡിഫറെൻറ്റ് പീരീഡുകളിലായിട്ട് ഓരോ സ്ഥലങ്ങളിലായിട്ട് ഓർഗനൈസ് ചെയ്യപ്പെട്ടിരുന്നു. അപ്പോൾ കനിഷ്കൻ്റെ കാലത്ത് ആണ് 4ാമത്തെ കൗൺസിൽ സംഭവിക്കുന്നത്. അപ്പോൾ ആ കനിഷ്കൻ്റെ കാലഘട്ടത്തിൽ ഈ 4ാമത്തെ കൗൺസിലിൽ വെച്ചാണ് ബുദ്ധിസം 2 സെക്റ്റുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യപ്പെടുന്നത്. ജൈനിസം പോലെ തന്നെ ബുദ്ധിസവും 2 സെക്റ്റുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതിൽ ഹീനയാന ബുദ്ധിസവും മഹായാന ബുദ്ധിസവുമാണ് ആ 2 സെക്റ്റുകൾ. മഹായാന ബുദ്ധിസം എന്ന് പറയുന്നത് സംസ്കൃതമായിരുന്നു അവർ ഭാഷയായിട്ട് അഡോപ്റ്റ് ചെയ്തത്. ബുദ്ധൻ്റെ വിഗ്രഹാരാധന തുടങ്ങിയത് മഹായാന ബുദ്ധിസത്തിലാണ്. ബുദ്ധൻ പറഞ്ഞത് എന്താണെന്ന് അദ്ദേഹത്തിൻ്റെ വിഗ്രഹം ആരാധിക്കുക എന്നൊരു കൺസെപ്റ്റ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ മഹായാന ബുദ്ധിസത്തിൻ്റെ ഫോളോവേഴ്സ് സംസ്കൃതം അവരുടെ ഭാഷയായിട്ട് അഡോപ്റ്റ് ചെയ്യുകയും ബുദ്ധൻ്റെ വിഗ്രഹാരാധന തുടങ്ങുകയും ചെയ്തു. പക്ഷേ ഹീനയാന ബുദ്ധിസ്റ്റുകളാകട്ടെ അവർ പാലി ലാംഗ്വേജ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്തത്. അതുപോലെ ബുദ്ധൻ്റെ ഒരു ഡിസൈപ്പിൾസ് ആയിട്ട് തന്നെ അവർ കണ്ടിന്യൂ ചെയ്തു. അവർ വിഗ്രഹാരാധനയൊന്നും ഉണ്ടായിരുന്നില്ല. വാട്ട് ബുദ്ധ ടോൾഡ്, ബുദ്ധ എന്താണോ പഠിപ്പിച്ചത് ആ രീതിയിൽ മുൻപോട്ട് പോയ ഒരു സെക്റ്റാണ് ഹീനയാന ബുദ്ധിസ്റ്റുകൾ. ഒരു 7ാം നൂറ്റാണ്ടോടെ ബുദ്ധിസം വീക്കായി തുടങ്ങുകയും ബുദ്ധിസത്തിൻ്റെ ഒരു ഗ്ലാമറെല്ലാം പോയി തുടങ്ങി എന്ന് വേണം പറയാൻ 7ാം നൂറ്റാണ്ടോടെ. അങ്ങനെയാണെങ്കിലും ബുദ്ധിസം ക്യാൻ ബി സീൻ ഇൻ ഓൾ സ്ഫിയേഴ്സ് ഓഫ് ലൈഫ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരുവിധം എല്ലാ സ്ഫിയറുകളിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു എലമെൻ്റ് ആണ് ബുദ്ധിസം. അപ്പം വി ഹാവ് ബുദ്ധിസ്റ്റ്. ഇപ്പോഴും നമുക്ക് നമ്മളുടെ ഇടയിൽ ബുദ്ധിസ്റ്റുകളുണ്ട്, ബുദ്ധിസ്റ്റ് മോങ്സ് ഉണ്ട്, ജൈനിസം ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ ബുദ്ധിസം പോലെ അത്ര പോപ്പുലർ ആകാൻ ജൈനിസത്തിന് സാധിക്കാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ റിമെയിൻസും അത്ര തന്നെ ഉള്ളൂ. പക്ഷേ ബുദ്ധിസത്തിൽ അങ്ങനെയല്ല. അതിന് ബുദ്ധിസത്തിലെ കുറച്ച് ടെക്സ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ത്രിപീഡികാസ്, മെലിന്ദ് പൻഹോ, ബുദ്ധചരിത, ഇതൊക്കെ ബുദ്ധിസത്തിലുള്ള പ്രധാനപ്പെട്ട ചില ടെക്സ്റ്റുകളാണ്. പിന്നെ ബുദ്ധിസം became an inspiration for the promotion of art and architecture. Stupas, rock cut caves, paintings, അങ്ങനെ പല തരത്തിലുള്ള ആർട്ടും ആർക്കിടെക്ചറിനെയും പ്രൊമോട്ട് ചെയ്യാൻ ബുദ്ധിസത്തിന് സാധിച്ചിരുന്നു. നമുക്കറിയാം സാഞ്ചി, ബർഹട്ട്, അമരാവതി, അജന്ത, ഇതൊക്കെ ഈ ബുദ്ധിസ്റ്റ് കേവുകൾക്കും ബുദ്ധിസ്റ്റ് ആർക്കിടെക്ചറിനും ഒക്കെയുള്ള വേൾഡ് ഫേമസ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ്. സാഞ്ചിയിൽ നമ്മുടെ സാഞ്ചി സ്തൂപയുണ്ട്, ബർഹട്ട്, അമരാവതി, അജന്ത കേവ്സ് ആർ വെരി പോപ്പുലർ. അപ്പം ബുദ്ധിസം എന്ന് പറയുന്നത് ഒരുപാട് ഇല്ലെങ്കിലും ലിറ്ററേച്ചറും ആർട്ട് ആൻഡ് ആർക്കിടെക്ചറിനെ വളരെ രീതിയിൽ പോപ്പുലറൈസ് ചെയ്യാൻ സഹായിച്ച ഒരു റിലീജിയസ് മൂവ്മെൻ്റാണ് ബുദ്ധിസം.
Now, Buddhism also inspired Gandhara and Madras School of Art. അപ്പോൾ മദ്രാസ് സ്കൂളിനെയും ഗാന്ധാര സ്കൂളിനെയും ഒരുപോലെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു സെക്റ്റ് കൂടിയാണ് ബുദ്ധിസം. ബുദ്ധിസ്റ്റ് ഫിലോസഫീസ് എന്ന് പറയുന്നത് വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഫിലോസഫീസ് ആണ്. പിന്നെ ഓർത്തിരിക്കേണ്ട ഒന്നെന്താണെന്ന് വെച്ചാൽ ബുദ്ധിസം ബ്രാഹ്മണിക്കൽ സുപ്പീരിയോറിറ്റിയെ ചലഞ്ച് ചെയ്തുകൊണ്ട് ലോവർ കാസ്റ്റിന് ബെറ്റർ സോഷ്യൽ പൊസിഷൻസ് നൽകിയിരുന്നു എന്നതാണ്. അപ്പം ഇത് ആക്ച്വലി ബ്രാഹ്മണിക്കൽ ആ ഒരു ക്ലാസ്സിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വെല്ലുവിളിയായിരുന്നു ബുദ്ധിസം. അതായത് ലോവർ കാസ്റ്റിലുള്ള ആളുകൾക്ക് ഈക്വൽ പരിഗണന നൽകുന്ന ഒരു സെക്ട് അപ്പുറത്ത് വർക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായും ആളുകൾ കൂടുതൽ അട്രാക്റ്റഡ് ആവുക അവിടേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രാഹ്മണിക്കൽ സുപ്പീരിയോറിറ്റി നഷ്ടപ്പെട്ടു തുടങ്ങിയ ഒരു കാലഘട്ടം കൂടിയാണ് 6th century BC. സുപ്പീരിയോറിറ്റി നഷ്ടപ്പെട്ടു എന്നേ ഉള്ളൂ, ആ കാസ്റ്റിൻ്റെ ഇഷ്യൂസോ ഡിഫറൻസസോ ഇൻഇക്വാലിറ്റീസോ ഒക്കെ അപ്പോഴും നിലനിന്നിരുന്നു. എങ്കിലും ബുദ്ധിസം അതിൻ്റെ ലിമിറ്റേഷൻസിൽ നിന്നുകൊണ്ട് ലോവർ വർണ്ണാസിന് വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു പൊസിഷൻ പ്രൊവൈഡ് ചെയ്തിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു റിലീജിയനെ പറ്റി പറയാനുള്ളത്. ബുദ്ധിസവും ജൈനിസവും കൂടാതെ അന്ന് നിലനിൽക്കുന്ന മറ്റൊരു റിലീജിയൻ ഏതാണ്? അജീവികാസ് ആണ്. ബുദ്ധ ഉപയോഗിച്ചത് പാലി ലാംഗ്വേജ് ആണ്. ജൈന ഉപയോഗിച്ചത് പ്രാകൃത് എന്ന ലാംഗ്വേജ് ആണ്. ബുദ്ധിസത്തിൽ വന്ന 2 സെക്റ്റുകളാണ് മഹായാന ബുദ്ധിസവും ഹീനയാന ബുദ്ധിസവും. മഹായാന ബുദ്ധിസ്റ്റുകൾ സാൻസ്ക്രിറ്റ് ആണ് ഉപയോഗിച്ചത്. ഹീനയാനാസ് ആവട്ടെ ബുദ്ധനെ പോലെ തന്നെ പാലി ലാംഗ്വേജും ബുദ്ധൻ്റെ ഐഡിയോളജീസ് തന്നെ ഫോളോ ചെയ്ത് വന്നവരായിരുന്നു ഹീനയാനാസ്. ഇതേപോലെ ജൈനിസത്തിൽ 2 സെക്റ്റുകളാണ് ശ്വേതംബരാസും ദിഗംബരാസും. ദിഗംബരാസ് എന്ന് പറയുന്നവർ നീക്കഡായിട്ട് മെയിൻ ചെയ്തവരായിരുന്നു. ആൻഡ് ശ്വേതംബരാസ് എന്ന് പറയുന്നവരാകട്ടെ വൈറ്റ് കളർ ക്ലോത്ത്സ് ധരിച്ചവരായിരുന്നു. പിന്നെ എക്സ്ട്രീം ഫോം ഓഫ് പെനൻസ് ഫോളോ ചെയ്തിരുന്ന ഒരു റിലീജിയനാണ് ജൈനിസം. അതേസമയം ബുദ്ധിസത്തിൻ്റേത് മിഡിൽ പാത്തായിരുന്നു. ജൈനിസത്തിനെ സംബന്ധിച്ചിടത്തോളം 3 jewels ഓർ ത്രിരത്നാസിലായിരുന്നു അവരുടെ ബേസിസ് എന്ന് പറയുന്നത്. ആ ത്രിരത്നാസ് എന്ന് പറയുന്നത് റൈറ്റ് ഫെയ്ത്ത്, റൈറ്റ് നോളജ്, റൈറ്റ് കണ്ടക്റ്റ് ആണ്. അപ്പം ഇതേപോലെ ബുദ്ധിസത്തെ സംബന്ധിച്ചിടത്തോളം 4 നോബിൾ ട്രൂത്ത്സും പിന്നെ അഷ്ടാംഗമാർഗിക അല്ലെങ്കിൽ 8-fold പാത്തുമാണ് ബുദ്ധിസത്തിൻ്റെ ബേസിസ് എന്ന് പറഞ്ഞത്. 8-fold പാത്ത്സ് ഏതൊക്കെയാണ് നമ്മൾ കണ്ടു. റൈറ്റ് ഫെയ്ത്ത്, റൈറ്റ് റിസോൾവ്, റൈറ്റ് സ്പീച്ച്, റൈറ്റ് ആക്ഷൻ, റൈറ്റ് ലിവിങ്, റൈറ്റ് എഫേർട്ട്, റൈറ്റ് തോട്ട് ആൻഡ് റൈറ്റ് സെൽഫ് കോൺസെൻട്രേഷൻ. ഇതാണ് 8-fold പാത്ത്. സോ ദാറ്റ് ഈസ് അബൌട്ട് ജൈനിസം ആൻഡ് ബുദ്ധിസം. താങ്ക് യു.